കെ.എസ്.ആർ.ടി.സിയുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും നമ്മൾ ഈ ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം, ഈ അടുത്തിടെയായിട്ട് കെ.എസ്.ആർ.ടി.സി ഏറ്റവും കൂടുതൽ മറ്റു വാഹനങ്ങളുടെ പുറകിൽ പോയി ഇടിച്ച് ഉള്ള അപകടം ഉണ്ടാകുന്നുണ്ട്. മറ്റു വാഹനങ്ങളുടെ പുറകിൽ പോയി ഇടിച്ച് അപകടം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അത് നമ്മളുടെ വാഹനത്തിൻ്റെ ബ്രേക്കിംഗ് ഡിസ്റ്റൻസിൻ്റെ പ്രശ്നമാണ്. ഇപ്പോൾ 15 അടി പുറകിൽ നിന്ന് വേണം വാഹനങ്ങൾ തമ്മിലുള്ള അകലം എന്നുള്ളത് കേരള മോട്ടോർ വാഹന നിയമത്തിലുള്ളതാണ്. പക്ഷേ കെ.എസ്.ആർ.ടി.സിയിൽ സംഭവിക്കുന്നത്, ഇവിടെ ഈ 15 അടി അകലമല്ല, 50 അടി അകലമല്ല, 150 അടി അകലമാണെങ്കിലും ഇതിലെ ബ്രേക്കിംഗ് സിസ്റ്റത്തിന് തകരാറാണ്. അപ്പോൾ നമ്മൾ ഈ കെ.എസ്.ആർ.ടി.സിയിലെ ഒരു RAC വണ്ടിയൊക്കെ ഇറങ്ങുന്ന സമയത്ത് അശോക് ലെലാൻഡിൻ്റെയും ടാറ്റയുടെയും വണ്ടികളിൽ ഈ മാനുവൽ അഡ്ജസ്റ്ററായിട്ടുള്ള സ്ലാക്ക് അഡ്ജസ്റ്റർ അല്ലായിരുന്നു, അത് ഓട്ടോമാറ്റിക്കൽ അഡ്ജസ്റ്ററായിരുന്നു. എയർ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ അത് കംപ്ലൈൻ്റ് ആകും. അപ്പോൾ ഈ കംപ്ലൈൻ്റ് ആകുന്ന സാധനം ഇത് മാറുക എന്നുള്ളതാണ്. അത് മാനുവൽ അഡ്ജസ്റ്ററാണ് ഏറ്റവും ഫലപ്രദം എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവത്തിൽ, ഡ്രൈവിംഗ് അനുഭവത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ഇവിടെ കെ.എസ്.ആർ.ടി.സി എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൽ ഡ്രൈവർമാർ നേരിടുന്നൊരു പ്രശ്നമാണിത്. ഈ ഡ്രൈവർമാരെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ കുഴപ്പമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു വണ്ടിക്ക് ബ്രേക്ക് കുറവാണെങ്കിൽ എന്നാൽ അടുത്ത ഇപ്പോൾ കയറി ഇത് പണിയാം, ഇല്ലെങ്കിൽ ഇത് ചെയ്യാമെന്ന് വയ്ക്കുമ്പോൾ ഈ യാത്രക്കാരെ മുഴുവൻ ഇറക്കണം, അവർ തിരിച്ച് കയറണം, അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്, എൻ്റെ ഡ്രൈവർ എന്തോ ഒരു പോരായ്മക്കാരനാകും എന്നുള്ളൊരു അപകർഷതാബോധമൊക്കെ എൻ്റെ സുഹൃത്തുക്കൾക്ക് എനിക്കുമുണ്ട്. കാരണം ഞാനൊരിക്കൽ ഈ പൊൻകുന്നത്ത് നിന്ന് എറണാകുളത്തിന് പോകുന്ന വണ്ടി ഇതായപ്പം എന്നാൽ പിറവത്ത് കയറ്റി അല്ലെങ്കിൽ കൂത്താളത്ത് കയറ്റി ഇതൊന്ന് സെറ്റ് ചെയ്യാം, അപ്പോൾ ഈ യാത്രക്കാരിലെ ഇറങ്ങണമല്ലോ എന്നൊക്കെയുള്ളൊരു മനോഭാവം. പക്ഷേ ഈ മനോഭാവം വൻ അപകടമാണ് ഉണ്ടാക്കുന്നത്. കെ.എസ്.ആർ.ടി.സി സ്ലാക്ക് അഡ്ജസ്റ്റർ എന്ന് പറയുന്നത്, അതിന് 500 ചില്ലുവാൻ രൂപയേ ഉള്ളൂ. അതിൻ്റെ സ്ലാക്ക് അഡ്ജസ്റ്റർ, സ്ലാക്കർ പിന്നിന് 100 ചില്ലുവാൻ രൂപയേ ഉള്ളൂ. ഒരു വണ്ടിക്ക് 4 എണ്ണം മാറുമ്പം 2000 രൂപയേ ഉള്ളൂ. ഒരു വണ്ടി ഇടിച്ചാലുണ്ടാകുന്ന അത് ഡ്രൈവർ കൊടുത്തോളും എന്നുള്ളതാണ്. ഇവിടെ ഞാൻ മോട്ടോർ വാഹന വകുപ്പിനെ ഒരു പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ്. മോട്ടോർ വാഹന വകുപ്പിനെ പ്രതിക്കൂട്ടിൽ നിർത്തുമ്പോൾ കെ.എസ്.ആർ.ടി.സി MD സ്ഥാനത്ത് നിന്ന് മാറിയാലും ട്രാൻസ്പോർട്ട് സെക്രട്ടറി ആയിട്ട് ബിജു പ്രഭാകർ തന്നെ ഇരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരാളായതുകൊണ്ടുള്ളൊരു പ്രശ്നം വലിയ ഭീകരമാണ്. കെ.എസ്.ആർ.ടി.സിയുടെ വണ്ടി CF, അതായത് കഴിഞ്ഞ തവണ ഒരിക്കൽ റോബിൻ ഗിരീഷിനെതിരെ ഞാനൊരു വീഡിയോ ചെയ്തപ്പോഴും റോബിൻ ഗിരീഷ് പറഞ്ഞ ഒരു വാസ്തവമായ കാര്യമുണ്ട്. ആ കാര്യമെന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങൾ കെ.എസ്.ആർ.ടി.സി ബസ് ചെക്ക് ചെയ്യാത്തത്? ഇപ്പോൾ കൂത്താട്ടുകുളത്ത് നിന്ന് പാല വൈറ്റിൽ ഓടുന്നൊരു കെ.എസ്.ആർ.ടി.സി ബസ്സുണ്ട്. അതിൻ്റെ ഗ്ലാസ് ഒരു കാരണവശാലും ഫ്രണ്ട് ഗ്ലാസ്സിൽ നിന്ന് പുറത്തോട്ട് കാണാൻ പറ്റുകയില്ല. കൂളി ഗ്ലാസ് ഇരിക്കുന്ന പോലെ ഇരിക്കുകയാണ്. ഈ ഗ്ലാസ് മങ്ങിയ ഗ്ലാസ്സാണ്. അത് നമ്മൾ ഈ ബോർവെല്ലിലെ വെള്ളത്തിൽ കഴുകിയാൽ അങ്ങനെ ഉണ്ടാകും എന്നൊക്കെ വിദഗ്ധരായിട്ടുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്. എന്തിനായിക്കട്ടെ, പക്ഷേ ഈ മങ്ങിയ ഗ്ലാസ്സുമായിട്ട് സർവീസ് നടത്തേണ്ടി വരുന്ന ഡ്രൈവറുടെ അവസ്ഥ എന്താണ്? ഒരു അപകടം ഉണ്ടായാൽ ഈ മങ്ങിയ ഗ്ലാസ് കാരണമാണെന്ന് പൊതുസമൂഹം പറയുമോ? കോടതി ചെല്ലും പറയുമോ? ഇല്ല. അതുകൊണ്ട് കേരള മോട്ടോർ വാഹന വകുപ്പിലേക്ക് ഇനി ഇത്തരം വണ്ടികളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ട് കൊടുക്കാനാണ് വെൽഫെയർ അസോസിയേഷൻ ഉദ്ദേശിക്കുന്നത്. അതായത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ മോട്ടോർ വാഹന വകുപ്പിനെയും കൂടി കെ.എസ്.ആർ.ടി.സിയുടെ അപകടങ്ങളിൽ പങ്കാളിയാക്കുക. 15 വർഷം ഓടുന്ന വണ്ടികളിൽ ആ വണ്ടി കണ്ടം ചെയ്യണം എന്നുള്ള നിയമവ്യവസ്ഥിതി കേരളത്തിൽ അത് മാറ്റിമറിച്ചുകൊണ്ട് 17ഉം 19ഉം ആക്കി മാറ്റിയ മോട്ടോർ വാഹന വകുപ്പ് ഇതിൻ്റെ മുഴുവൻ പാപഭാരവും ഞങ്ങൾ ഡ്രൈവർമാരിലേക്ക് അടിച്ചേൽപ്പിച്ചിരിക്കുക. അതുകൊണ്ട് തന്നെ ഈ പാപഭാരത്തിലേക്ക് മോട്ടോർ വാഹന വകുപ്പിനെയും കൂടി ഞങ്ങൾ ഉദ്ദേശിക്കുകയാണ്. കാരണം CF നടത്തുകയാണ്. ഇപ്പോൾ നമ്മൾ മൂവാറ്റുപുഴയിൽ ഒരു DE ഉണ്ട്. അയാൾ ED അങ്ങനെയൊക്കെ ആയിട്ട് കച്ച കെട്ടിയിരിക്കുകയാണ്. അയാൾ പറഞ്ഞ 3 ദിവസം കൊണ്ട് CF പണി തീർക്കണം. കഴിഞ്ഞ ദിവസം ഒരു വണ്ടി അയാൾ CF ടെസ്റ്റിനായി കൊണ്ടുപോയി. ആ വണ്ടിയുടെ ഫ്രണ്ട് ഗ്ലാസ് നടുവേ വിണ്ടിരിക്കുന്ന ഒരു ഫ്രണ്ട് ഗ്ലാസ്സുമായിട്ട് ഈ പറയുന്ന, അതായത് ബാക്കി എല്ലാ വാഹനങ്ങളും മോട്ടോർ വാഹന വകുപ്പിൽ അഞ്ചറം പുഞ്ചറം എന്നാണ് നമ്മളെ നാടൻ ഭാഷ പറഞ്ഞ അഞ്ചറം പുഞ്ചറം പരിശോധിക്കുക, അടിപൊളി പരിശോധിക്കുകയാണ്. കെ.എസ്.ആർ.ടി.സി ചെല്ലുമ്പം ഒരു പരിശോധനയില്ല. ഇതൊക്കെ ആൾക്കാർ ഓർക്ക് തൊഴിലാളികൾക്ക് വേണ്ടിയാണ്, തൊഴിലാളിക്കല്ല കേട്ടോ. തൊഴിലാളിക്ക് ഇതല്ല. മോട്ടോർ വാഹന വകുപ്പ് കൃത്യമായി CF ടെസ്റ്റിന് ചെല്ലുന്ന 15 വർഷം കഴിഞ്ഞ വാഹനങ്ങൾ പരിശോധിക്കുന്ന എല്ലാ മാനദണ്ഡങ്ങളും ഉപയോഗിച്ചുകൊണ്ട്
കൃത്യമായി പരിശോധിച്ച് വേണം വണ്ടി സേഫ് കഴുകാൻ. അത് മാത്രമല്ല മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഉത്തരവാദിത്വം. ഈ വണ്ടി ടെസ്റ്റിന് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ഇവിടെ വരുമ്പം ഈ 6 ടയറും അഴിച്ച് മാറ്റും. 6 ടയറും അഴിച്ച്, ഇനി കുറഞ്ഞ പക്ഷം 4 ടയർ അഴിച്ച് മാറ്റും. 4 ടയറും അഴിച്ച് മാറ്റിയിട്ട് പഴയ ടയർ ഇടും. അപ്പോൾ എന്താണ് മോട്ടോർ വാഹന നിയമം? ടയറിന് റീടയറിങ് സോൾ ഉണ്ടായിരിക്കണം. ആ റീസോൾ കഴിഞ്ഞ ടയറിന് കട്ടയുണ്ടായിരിക്കണം. നമ്മൾ മലയാള ഭാഷ പറഞ്ഞ ഒരു സോളും ഇല്ലാത്ത ടയറിട്ടാ ഈ സർവീസ് നടത്താൻ വേണ്ടി പറയുന്നത്. ഈ ചവിട്ടുമ്പം വലത്തോട് തിരിയും, ഇടത്തോട് തിരിയും, ഇങ്ങനെയൊക്കെ സംഭവമാണ്. ഇതിൻ്റെ എല്ലാം ഉത്തരവാദിത്വം ഡ്രൈവർ തലയിലാണ്. സേഫ് കഴിഞ്ഞ് വരുന്ന വണ്ടികൾ ഈ നമ്മുടെ ഡിപ്പോയിൽ വന്നു കഴിഞ്ഞ് നേരെ ഇതിൻ്റെ ആദ്യം അഴിക്കുന്നത് സ്പീഡ് ഗവർണറാണ്. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? കേരളത്തിൻ്റെ ഗതാഗത സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്ന ആൾ KSRTC MD ആണെന്നുള്ളതാണ്. ഇതിനകത്ത് ഏറ്റവും വലിയ വൈരുദ്ധ്യം അതാണ്. ഇയാൾ അവിടെ ഇരുന്നു കൊണ്ട് KSRTC ബസ്സിലെ സ്പീഡ് പ്രശ്നമല്ല എന്ന് പറയുകയും അതോടൊപ്പം തന്നെ KSRTC ബസ്സുകളിൽ, അതായത് CF ടെസ്റ്റ് കഴിഞ്ഞ് വരുന്ന ബസ്സുകളിലെ സ്പീഡ് ഗവർണറുകൾ അഴിച്ചു മാറ്റി മറ്റു വണ്ടികളെ ഫിറ്റ് ചെയ്യുക. ഇനി മറ്റു വണ്ടികളിൽ ഫിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ എനിക്കെതിരെ നടപടി എടുത്താൽ നടപടി എടുക്കണം മിസ്റ്റർ ബിജു. കാരണം KSRTC ബസ്സുകളിൽ ഈ പറയുന്ന സ്പീഡ് ഗവർണർ ഇല്ലാത്തുള്ള പരാതികളുടെ ലിസ്റ്റ് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഞാൻ എടുത്തു വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പം ബിജു എന്ന് പറയുന്ന ഒരാൾ അവിടെ ഇരിക്കുകയാണ്, ഒരേ സ്ഥാനം വഹിക്കുകയാണ്, KSRTC MD, ഗതാഗത സെക്രട്ടറി. എന്നിട്ടെന്താണ് മിന്നൽ ഓടിച്ചോ എന്ന് പറയുകയാണ്. അപ്പോൾ 60 കിലോമീറ്റർ സ്പീഡാണ് കേരള സർക്കാർ അംഗീകരിച്ചെങ്കിൽ ഞങ്ങളത് തയ്യാറാണ്. 60 കിലോമീറ്റർ മതി. കേരളത്തിൻ്റെ ഗതാഗത സംവിധാനം അനുസരിച്ച് 60 കിലോമീറ്റർ ഹെവി വെഹിക്കിൾ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ വൈ നോട്ട്? എന്തിനാണ് നിങ്ങൾ ഞങ്ങളെ തർക്കിച്ച് കൊടുക്കുന്നത്? അപ്പോൾ എന്താണ് പ്രശ്നം? ഈ 60 കിലോമീറ്റർ സ്പീഡ് വെച്ചിട്ട് ഞങ്ങളുടെ ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്യണം. തൊഴിലാളിയെ കൊണ്ട് കൂടുതൽ പണിയെടുപ്പിക്കാൻ വേണ്ടി സ്പീഡ് ഗവർണർ അഴിച്ചു വെപ്പിച്ചിട്ട്, ടെസ്റ്റ് കഴിഞ്ഞ് വന്ന വണ്ടിയുടെ സ്പീഡ് ഗവർണർ അഴിച്ചു വെപ്പിച്ചിട്ട് കൂടുതൽ സ്പീഡിൽ ഓടിക്കാൻ നിർബന്ധിക്കുകയാണ്. അതിന് ഉത്തരവാദി മിസ്റ്റർ ബിജു പ്രഭാകറാണ്. അത് ഗതാഗത സെക്രട്ടറി ആയതുകൊണ്ടാണ്. പിന്നെ RTOമാരോട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ നിങ്ങൾക്കെതിരെ പറഞ്ഞിട്ടില്ല, ഇനി പറയേണ്ടി വരും. കാരണം ഞങ്ങളുടെ ആളുകൾ ജയിലിൽ പോകാൻ പോവുകയാണ് പുതിയ നിയമം അനുസരിച്ച്. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ ഏത് വാഹനമാണോ നിങ്ങൾ CF കഴിഞ്ഞ് ഇറക്കുന്നത്, ആ വാഹനത്തിലുള്ള സ്പീഡ് ഗവർണറും ആ വാഹനത്തിൻ്റെ മുമ്പിൽ കിടക്കുന്ന ടയർ, ഫ്രണ്ടിൽ കിടക്കുന്ന ടയർ, ബാക്കിൽ കിടക്കുന്ന ടയർ എത്ര കട്ട് ചെയ്തു, എത്ര തവണ റീസോൾ ചെയ്തു, എത്ര ലക്ഷം കിലോമീറ്റർ ഓടിയിലുള്ള ടയറാണ് എന്നൊക്കെ പരിശോധിച്ച് അതിന് CF കൊടുക്കേണ്ടത് നിങ്ങളാണ്. അത് മോട്ടോർ വാഹന വകുപ്പ് പാലിക്കുന്നില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ഞാൻ പറയുക. എനിക്കതിനെ നിങ്ങൾ നടപടി സ്വീകരിക്കൂ. കാരണം എൻ്റെ തെളിവുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ മോട്ടോർ വാഹന വകുപ്പിനെയും ഒരേ സമയം ഹൈജാക്ക് ചെയ്തുകൊണ്ട് KSRTC MD ഇവിടുത്തെ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാരെ കൂച്ചുവലം കിട്ടുകൊണ്ട് KSRTCയുടെ ഫിറ്റ്നസ് ഇല്ലാത്ത വാഹനങ്ങൾ തെരുവിലിറക്കി ഓടിക്കാൻ നിർബന്ധിക്കുകയാണ്. വളരെ വ്യക്തമായി, ബോധപൂർവം, കൃത്യതയോടുകൂടി തന്നെ ഞാൻ പറയുക. അവിടെ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ ബലിയാടാകും എന്നാണ് വെൽഫെയർ അസോസിയേഷനുള്ള സംഘടനയ്ക്ക് പറയാനുള്ളത്. നിങ്ങൾ കൃത്യമായ രീതിയിൽ ഇത് കൊടുക്കും. കാരണം എൻ്റെ ഒരു 10ഓളം പിക്ചർ തന്നെ ഇരിപ്പുണ്ട്. ഗ്ലാസ് കാണാൻ മേലാത്ത വണ്ടി, ഇൻഡിക്കേറ്റർ പൊട്ടിയ വണ്ടികൾ, ഫ്രണ്ട് ഗ്ലാസ് പൊട്ടിയ വണ്ടികൾ CF കൊടുത്ത് വിടുകയാണ്. ആരാണ്? കുറേ മഞ്ഞ കളറും അല്ലെങ്കിൽ വെള്ള കളറും ഒക്കെ വാരി പൂശിയ വണ്ടികളും കൊണ്ടുവന്നിട്ട് CF കൊടുത്ത് വിടുകയാണ്. എന്തിനാണ് നിങ്ങൾ ഇത്തരത്തിൽ ചെയ്യുന്നത്? നിങ്ങൾ ചെയ്യുന്നത് KSRTCക്ക് നന്മയോ ഈ സമൂഹത്തിന് നന്മയോ അല്ല എന്ന് മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ മനസ്സിലാക്കണം. നിങ്ങൾ ഈ സമൂഹത്തോട് ചെയ്യുന്ന ദ്രോഹമാണ്. ഈ വണ്ടി, അതായത് കൃത്യമായ രീതിയിൽ ബ്രേക്കിംഗ് സിസ്റ്റം പ്രവർത്തിക്കാത്ത വണ്ടി, കൃത്യമായ രീതിയിൽ സ്ലാക്ക് അസിസ്റ്റർ പ്രവർത്തിക്കാത്ത വണ്ടി, കൃത്യമായ രീതിയിൽ ലൈനർ അടിക്കാത്ത വണ്ടി, ഈ വണ്ടിയുമായി തെരുവിൽ ഞങ്ങൾ ഇറങ്ങുമ്പോൾ എതിരെ വരുന്നത് നിങ്ങളുടെ മക്കളോ, നിങ്ങളുടെ ഭാര്യമാരോ, നിങ്ങളുടെ ഭർത്താക്കന്മാരോ, നിങ്ങളുടെ കുടുംബാംഗങ്ങളോ ആണ് മരിക്കപ്പെടുന്നതും തെരുവിൽ മരിക്കേണ്ടി വരുന്നതും അപകടം ഉണ്ടാക്കുന്നു. ആ ഡ്രൈവറെ ശിക്ഷിച്ചിട്ട് കാര്യമില്ലല്ലോ. അപകടത്തിൽ മരണപ്പെടുന്നത് നിങ്ങളുടെ കുടുംബാംഗങ്ങളാണെന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാകുമ്പോൾ KSRTC കൃത്യമായ ഫിറ്റ്നസ്സിലൂടെ ഇറക്കി വിടാൻ ഈ കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പ് തയ്യാറാക്കും. അത് KSRTC MD ആയിരിക്കുന്ന ഒരാൾ ട്രാൻസ്പോർട്ട് സെക്രട്ടറി ആയിരിക്കുമ്പോൾ നടക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ബിജു പ്രഭാകരനെ പോലെ നടത്തിയ എല്ലാ പരിഷ്കാരങ്ങളും പരാജയപ്പെട്ടുകൊണ്ട് അഴിമതിയുടെ മൂർത്തിഭാവമാണ് എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ കടന്നു വന്നപ്പോൾ, ഈ സ്ഥാപനത്തിൽ ചോർച്ചയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അന്തസ്സുണ്ടെങ്കിൽ രാജിവെച്ച് പോകേണ്ട ഒരാളാണ് ബിജു പ്രഭാകർ. ഇവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചത്? ഞാൻ പോകും പോകാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് അല്ലേ?
അന്തസ്സുണ്ടെങ്കിൽ രാജിവെച്ച് പോകണ്ടേ? മന്ത്രി പറഞ്ഞില്ലേ ഇവിടെ ചോർച്ചയുണ്ടെന്ന്. ഈ ചോർച്ചയ്ക്ക് കാരണം ആരാ? എം ഡി അല്ലേ? ഇറങ്ങിപ്പോണം. അപ്പോൾ എന്താണ്, ഞാൻ പോവാ ഇപ്പോൾ പോവാന്ന് പറഞ്ഞിട്ട് പേടിപ്പിക്കുക. ആരെ പേടിപ്പിക്കുന്നത്? നാണമില്ലേ? അല്പമെങ്കിലും ആത്മാഭിമാന ബോധമുണ്ടെങ്കിൽ രാജിവെച്ച് പോകണം. പക്ഷേ ട്രാൻസ്പോർട്ട് സെക്രട്ടറി സ്ഥാനത്തിരിക്കുമ്പോൾ കൃത്യമായ രീതിയിൽ വണ്ടിയുടെ ഫിറ്റ്നസ് പരിശോധിക്കുന്ന ഏതൊരു വണ്ടിയുടെ ഫിറ്റ്നസ്, ഇപ്പോൾ റോബിൻ ബസ്സിൻ്റെ ഫിറ്റ്നസ് പരിശോധിച്ച അതേ രീതിയിൽ കെ എസ് ആർ ടി സിയുടെ ഫിറ്റ്നസ് പരിശോധിക്കാൻ ബിജു പ്രഭാകർ തയ്യാറാകണം. അത് കെ എസ് ആർ ടി സി ട്രാൻസ്പോർട്ട് ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണർ അദ്ദേഹം ശ്രീജിത്ത് അവർകൾ അദ്ദേഹം ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹത്തിന് ഈ വണ്ടികളെ സംബന്ധിച്ചുള്ള റിട്ടേൺ കംപ്ലയിൻറ്റും കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ടയറുകളുടെ ഫോട്ടോഗ്രാഫ്സും അയച്ചു കൊടുക്കണം എന്നാണ് വെൽഫെയർ അസോസിയേഷൻ കരുതുന്നത്. അങ്ങനെ സുഗമമായും സുന്ദരമായും സുരക്ഷിതമായിട്ടുള്ള യാത്രാ സംവിധാനം കെ എസ് ആർ ടി സി ഒരുക്കട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് അപകടത്തിലേക്ക് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇത് കെ എസ് ആർ ടി സി ഓവർടേക്ക് ചെയ്ത് നേരത്തെ എത്തിയാൽ ഡ്രൈവർക്ക് അവിടെ ഡിപ്പോയിൽ പുരസ്കാരമൊന്നുമില്ല എന്ന് ഈ കാണുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതമായ യാത്ര തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനാവശ്യമായ വണ്ടികളും അതിനാവശ്യമായ വണ്ടിയുടെ കണ്ടീഷനും പരിശോധിക്കേണ്ടത് മോട്ടോർ വാഹന വകുപ്പാണ്. ആ വകുപ്പ് ഈ കാര്യത്തിൽ ഈ കെ എസ് ആർ ടി സി എന്ന് പറയുന്നൊരു വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ട്. അത് പൊതുസമൂഹത്തിനും കെ എസ് ആർ ടി സി ഡ്രൈവർമാർക്കും അപകടകരമാണ് എന്ന് മോട്ടോർ വാഹന വകുപ്പിനെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അത് സംബന്ധിച്ചുള്ള പരാതി ബഹുമാനപ്പെട്ട മോട്ടോർ വാഹന കമ്മീഷണർക്ക് ഞാൻ നേരിട്ട് തന്നെ നൽകുന്നതാണ്.